വളരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തു നിന്നും വരുന്നത്. ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വയനാട്ടിലേക്ക് എത്തിക്കാൻ ഉള്ള തീരുമാനവും മന്ത്രിസഭാ യോഗത്തിലുണ്ട്. ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ഡി ബിനോയ്, എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായ വിലയിരുത്തലുകൾ? സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾ തൃപ്തികരമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, വേണ്ടി വന്നാൽ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കൂടുതൽ സേനാ അംഗങ്ങളെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സേനാംഗങ്ങളെ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും അവിടേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി സേനാ വിഭാഗത്തിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. എന്തായാലും മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അവിടെ നിലവിലെ പ്രശ്നം ആരോഗ്യ പ്രവർത്തകരുടെ എന്തെങ്കിലും തരത്തിലെ കുറവുണ്ടായാൽ അതിന് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ മറ്റു ജില്ലകളിൽ നിന്നും അവിടെ എത്തിക്കാനാണ് പുതിയ നീക്കം. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അവിടെ എത്തിക്കണം എന്നൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഒപ്പം ഈ താൽക്കാലിക ക്ലിനിക്കുകൾ തുടങ്ങുന്ന കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അപകടം നടന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ക്യാമ്പുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ ക്ലിനിക്കുകൾ തുടങ്ങാനാണ് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം. മാത്രമല്ല, പ്രായമായവർക്ക് പലരും ഈ മരുന്നുകൾ ഉപയോഗിച്ച് വരുന്നവരുണ്ടായിരുന്നു. അവർക്ക് കഴിക്കേണ്ട മരുന്നുകൾ പലർക്കും ലഭ്യമാവുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് മരുന്നുകൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു ഗ്രൂപ്പിനെ രൂപീകരിക്കാൻ, അല്ലെങ്കിൽ അത് അവർക്ക് മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തെ രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി വയനാടിൽ എത്തും. അതിനുശേഷം നാളെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഉള്ളത്. നാളെ മുഖ്യമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് അവിടെ ഉള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരുമായി ചർച്ച നടത്തും. അതിനുശേഷം സർവകക്ഷി യോഗം ഉണ്ടാവും. തൊട്ടു പിന്നാലെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കും. കാരണം മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഒരു കാരണവശാലും ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ഒപ്പം വയനാട് ചുരം വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. വയനാട് ചുരം വഴി കർണാടകത്തിലേക്ക് പോകുന്നവരുടെ യാത്ര മറ്റേതെങ്കിലും വഴിയിലൂടെ ആക്കണം എന്നൊരു നിർദ്ദേശം. കാരണം ഇതിനകത്ത് ഗുരുതരമായി പരിക്ക് പറ്റിയവരെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ റോഡിന് തടസ്സമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഒപ്പം രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നവർക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നാളെ തന്നെ മുഖ്യമന്ത്രി അവിടെ എത്തിയതിനു ശേഷം അവിടെയുള്ള മന്ത്രിമാരുമായി ചർച്ചകൾ നടത്തും. ഒപ്പം ഇവിടെ മാത്രമല്ല, ഈ വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ തരത്തിൽ മഴ പെയ്യുന്നുണ്ട്. പല നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതത് സ്ഥലങ്ങളിലെ കളക്ടർമാർക്ക് ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എന്ത് തരത്തിലുള്ള ആവശ്യം വന്നാലും അവർക്ക് നടപടിയെടുക്കുന്നതിന് ആവശ്യമായ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം വയനാട് ജില്ലാ കളക്ടർക്ക് സാമ്പത്തികമായ അല്ലെങ്കിൽ പൈസ ചിലവഴിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായ ചുമതല നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്ത് പൈസ എത്ര വേണമെങ്കിലും ചിലവിടാൻ ഉള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പകുതിയിലധികം മന്ത്രിമാരും വയനാടിലും കോഴിക്കോടുമൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. 8 മന്ത്രിമാരാണ് നിലവിൽ ജില്ലയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മുഖത്ത് 8 മന്ത്രിമാരാണുള്ളത്. നാളെ മുഖ്യമന്ത്രി എത്തും. സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് വിലവങ്ങാട് ഇന്നലെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇനിയും 2 ദിവസമായി 40-ലേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണെന്ന് അടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട്. മറ്റു ജില്ലകളിലും മഴ അതിശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്.